മക്കൾസ്, ബാബു സാറാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ? നമ്മുടെ പരീക്ഷകൾ ഹാഫ് എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം മോഡൽ എക്സാമും ഫൈനൽ എക്സാമും ഒക്കെ ഇങ്ങ് എത്തിക്കഴിഞ്ഞു. എല്ലാവരും പഠന പ്രവർത്തനങ്ങളിൽ സജീവമായി മുഴുകിയിരിക്കുകയാണ്. ഒരുപാട് കുട്ടികളുടെ ആശങ്കയാണ്, സർ നമുക്ക് ഹിന്ദിയിൽ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ പോസ്റ്റർ എന്നുള്ളത്. 4 മാർക്കിന്റെ ചോദ്യമാണ്. സർ, ഒന്നാമത്തെ പാഠം മുതൽ അവസാനത്തെ പാഠം വരെ എത്ര പോസ്റ്ററുകൾ ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്? ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ട പോസ്റ്ററുകൾ? സാർ ഒരു വീഡിയോ ചെയ്യുമെന്നു. അത്തരം ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാർ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ള എല്ലാ പ്രധാനപ്പെട്ട പോസ്റ്ററുകളും നാം ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ ഓരോ പോസ്റ്ററും എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. മക്കളെ, നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങളിൽ വരുന്ന പോസ്റ്ററുകൾ 2 തരത്തിലാണ് പോസ്റ്റർ വരുന്നത്. അതായത് ഒന്ന് നമ്മുടെ സ്കൂളുകളിലോ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിലോ നടക്കുന്ന അല്ലെങ്കിൽ ക്ലബിന്റെയോ ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ ചോദിച്ചേക്കാം. അല്ലെങ്കിൽ പൊതു അവബോധം, പബ്ലിക് ഇൻഫർമേഷൻ എന്നുള്ള രീതിയിലുള്ള നിർദ്ദേശം നൽകുന്ന ചില പോസ്റ്ററുകൾ ചോദിച്ചേക്കാം. അപ്പോൾ ഈ 2 തരം പോസ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് ഓരോന്നും നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം. മക്കളെ, നമുക്ക് നോക്ക്. ഒന്ന്, നമുക്ക് നേത്രദാനവുമായി ബന്ധപ്പെട്ട പോസ്റ്ററാണ്. ഇത് വരാൻ സാധ്യത ഉള്ളത് നമുക്ക് ഹതാശാസ ഏക വ്യക്തി ബൈറ്റ് ഗയ എന്ന് പറയുന്ന പാഠവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ നമുക്ക് ജൂൺ 10 നേത്രദാന ദിവസം. അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നേത്രദാന ദിവസവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്താൽ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ്? ജൂൺ 10 എന്ന് നമ്മൾ ആദ്യം എഴുതുന്നു. ഓക്കെ മക്കളെ, എന്നിട്ട് നേത്രദാൻ ദിവസ് എന്ന്, എന്നിട്ട് നേത്രത്തിന്റെ ചിത്രം നമ്മൾ ഇവിടെ വരയ്ക്കുന്നു. വരയ്ക്കാൻ പറ്റില്ലെങ്കിൽ നേത്രക്ക ചിത്ര എന്നെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. ഓക്കെ, എന്നിട്ട് നേത്രദാൻ മഹാദാൻ. നമ്മൾ രക്തദാൻ ജീവദാനൊക്കെ പഠിച്ചിട്ടുണ്ട്. നേത്രദാൻ മഹാദാൻ അതിലും വലുതാണ്. അപ്പനെ സമയക്കെ ബാദ് ബി, അവനവന്റെ ജീവിത കാലഘട്ടത്തിന് സമയത്തിന് ശേഷവും മാനവ സേവാ കീജി, നമുക്ക് മരണാനന്തര സാമൂഹ്യ സേവനം, നമ്മൾ മരണപ്പെടുമ്പോൾ നമ്മുടെ ഓരോ അവയവങ്ങളും മറ്റുള്ള ജീവിച്ചിരിക്കുന്നവർക്ക് പ്രയാസം അനുഭവപ്പെടുന്നവർക്ക് നൽകപ്പെടുമ്പോൾ നമ്മുടെ മരണശേഷവും നമ്മളുടെ സാമൂഹ്യ സേവനം ചെയ്യുകയാണ്. സ്കൂൾ ഹെൽത്ത് ക്ലബ്ബ്, ഇതൊരു പബ്ലിക് ഇൻഫർമേഷൻ നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു പോസ്റ്റാണ്. സ്കൂൾ നടക്കുന്ന ഒരു ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഫംഗ്ഷൻ നടത്തുകയും ചെയ്യാം. ഓക്കെ, ഇതാണ് നമുക്ക് ഹതാശാസ ഏക വ്യക്തി ബൈറ്റുക എന്നുള്ള പാഠവും ആസ്പദമാക്കി നമുക്ക് ഇതുപോലുള്ള പോസ്റ്റുകളാണ് വരാൻ സാധ്യതയുള്ളത്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് വരാവുന്നത് അടുത്ത പാഠം എന്ന് പറഞ്ഞാൽ അയാം കലാം കെ ബഹാൻ എന്ന ചാപ്റ്ററിൽ നിങ്ങൾ സ്കൂളിൽ ആ ചാപ്റ്റർ കഴിഞ്ഞ സമയത്ത് കുട്ടികളും അധ്യാപകരോട് തീരുമാനിച്ചു നമ്മുടെ സ്കൂളിൽ അയാം കലാം എന്ന് പറയുന്ന സിനിമയുടെ പ്രദർശനം നടത്തണമെന്ന്. സ്കൂൾ നടക്കുന്ന ഒരു ഫംഗ്ഷനാണ്. അതിന് എല്ലാ കുട്ടികളും വരാൻ വേണ്ടി അതിന് സന്ദേശം നൽകുന്ന പോസ്റ്റ് ചെയ്താൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. നോക്കൂ, നീലമാധവ് പാണ്ഡെ കെ എന്ന് പറയുന്നത് ആ സിനിമ ഡയറക്ട് ചെയ്ത ആളാണ്. അയാം കലാം എന്നിട്ടോ സിനിമാ പ്രദർശൻ. നിങ്ങൾ നോക്കൂ, ആ ചോദ്യത്തിൽ വരും തന്നെ അയാം കലാം എന്നുള്ളത് ചോദ്യത്തിന് മുകളിൽ ഉണ്ടാവും, സിനിമാ പ്രദർശൻ എന്നുള്ളതും ചോദ്യത്തിലുണ്ടാവും. ആ 2 വാക്ക് മുറിച്ച് നമ്മൾ ഇവിടെ വെക്കുമ്പോൾ തന്നെ പോസ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഹെഡിങ് ആയി. ഓക്കെ, പ്രധാന ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഭാഗങ്ങൾ അത്രയും നമ്മൾ സ്കൂളിൽ നടക്കുന്ന ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ഡേറ്റും കാര്യങ്ങളും ഇതാണ്. നമുക്ക് ഏതാണ്ട് ഒരു ആഗസ്റ്റ് മാസമൊക്കെ ആകുന്ന സമയത്താണ് നമ്മൾ ആ പാഠം പഠിച്ചത്. അപ്പൊ നമ്മൾ നോക്ക്, 10 ആഗസ്റ്റ് 2024 സബേരെ 10 ബജെ സ്കൂൾ സഭാഗൃഹ് എന്ന വാക്കിന്റെ അർത്ഥം ഓഡിറ്റോറിയത്തിൽ. സബ്കാ സ്വാഗത്, എല്ലാവർക്കും സ്വാഗതം. സ്കൂൾ ഹിന്ദി ക്ലബ്ബ്. ഇങ്ങനെ ഈ പോസ്റ്റ് എഴുതുക. പോസ്റ്റ് ചെയ്തുമ്പോൾ പരമാവധി വലുതാക്കി എഴുതണം, അല്ലാതെ ചെറിയ രീതിയിൽ പോസ്റ്റ് ചെയ്തത്. പോസ്റ്റർ ഡിസൈനിങ് ആണ്. 5-6 വരികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എത്ര ദൂരെ നോക്കിയാലും ഒറ്റയടിക്ക് കണ്ട് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ് പോസ്റ്റർ. അപ്പൊ പേപ്പറിന്റെ പരമാവധി ഭാഗങ്ങൾ, ഒരു ഫുൾ ഷീറ്റ് ആണെങ്കിൽ ഗംഭീരമായി അതിൽ ബോർഡറൊക്കെ ഇട്ട് മനോഹരമായിട്ട് ഗ്രാഫൊക്കെ വരച്ച് കണ്ടീഷനായിട്ട് നിങ്ങൾ ഇതാണ് ഡിസൈൻ ചെയ്തിട്ട്. ഓക്കെ, ഇങ്ങനെ മാത്രമേ നിങ്ങളെ പേനയും പെൻസിലും മാത്രമേ പോസ്റ്റ് ചെയ്താൻ വേണ്ടി ഉപയോഗിക്കാവൂ. ഓക്കെ, അപ്പൊ ഇതാണ് നീലമാധവ് പാണ്ഡെ കെ അയാം കലാം സിനിമാ പ്രദർശൻ. ഇത് നമുക്ക് ചോദ്യത്തിന് മുകളിൽ നിന്ന് മുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ബാക്കി സ്കൂൾ നടക്കുന്ന ഒരു ഫംഗ്ഷൻ ആകുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഇത് നമുക്ക് ഓർമ്മണം. 10 ആഗസ്റ്റ് 2024 സബേരെ 10 ബജെ സ്കൂൾ സഭാഗൃഹമേ സബ്കാ സ്വാഗത് സ്കൂൾ ഹിന്ദി ക്ലബ്ബ്. ഇങ്ങനെ വൃത്തിയും വെടുപ്പോട് കൂടി ഇത് കഴിയുമ്പോൾ മാത്രമാണ് സാർ ഇതിന് നിങ്ങൾക്ക് ഒരു 4 മാർക്ക് തരുന്നത്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ഈ പാഠം കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്നത് അടുത്ത സബ്സെ ബഡേ ഷോമേൻ ആണ്. സബ്സെ ബഡേ ഷോമൻ ചാർലി ചാപ്ലിന്റെ ഒരു ഫിലിം ഫെസ്റ്റിവൽ തന്നെ നിങ്ങളെ സ്കൂളിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അതിന് എല്ലാ കുട്ടികളെയും വിവരം ക്ഷണിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതുന്നു. പോസ്റ്റർ നോക്ക്, ദുനിയാക്കെ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ, സബ്സെ ബഡേ ഷോമൻ. ഈ സബ്സെ ബഡേ ഷോമൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ പേരാണ്. നമ്മൾ വിളിക്കണേ ഏതാണ് ഇത്തവണ വന്ന പോസ്റ്റർ? സബ്സെ ബഡേ ഷോമനിൽ നിന്നുള്ള പോസ്റ്റർ ആണ് എന്ന് വെച്ചാൽ. അപ്പൊ നമ്മൾ സബ്സെ ബഡേ ഷോമൻ, ലോകത്തിലെ ഏറ്റവും വലിയ കലാകാരൻ ചാർലി ചാപ്ലിൻ കെ, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഷോമാനായ ചാർലി ചാപ്ലിൻ കെ ഫിലിം ഫെസ്റ്റിവൽ. ഇത്രയും ഭാഗം നമുക്ക് ചോദ്യത്തിൽ നിന്ന് എടുക്കാനുണ്ടാവും. ഓക്കെ, എന്നിട്ട് നമ്മള് 10 ഡിസംബർ 2024 അല്ലെ, 10 സെപ്റ്റംബർ 2024
സബേരെ 10 ബജെ സ്കൂൾ സഭാഗൃഹ മേ സബ്കാ സ്വാഗത് എന്ന് എഴുതിയതിനു ശേഷം സ്കൂൾ ഹിന്ദി ക്ലബ്ബ് ഇങ്ങനെ എഴുതി വെച്ചാൽ നമുക്ക് ഇതിനും ഒരു 4 മാർക്കായി. പോസ്റ്റർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്ക്, ഒരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ ഇത്രയും ഭാഗം ഞാൻ പറഞ്ഞു, എല്ലാത്തിനും നമ്മൾ ഒന്ന് തന്നെ മതി. ഓക്കെ, ഇവിടേക്കുള്ള വരികളോ ചോദ്യത്തിൽ നിന്ന് മുറിച്ചെടുക്കാനുണ്ടാവും. അപ്പോൾ പോസ്റ്ററിന്റെ ടെൻഷനില്ല. പക്ഷേ നിങ്ങൾ വീട്ടിൽ സ്വസ്ഥമായിരുന്നു ഒരു A4 ഷീറ്റ് പേപ്പറിൽ ഗ്രാഫൊക്കെ ഇട്ട് ബോർഡറൊക്കെ ഇട്ട് അസൈൻമെന്റ് തയ്യാറാക്കുന്ന പോലെ എഴുതിയിട്ട് കൃത്യമായിട്ടൊന്ന് വരച്ച് പഠിക്കാത്ത ഒരാൾക്ക് പോസ്റ്റർ ക്ലാസ് റൂമിൽ വെച്ചിട്ട് പരീക്ഷാ ഹാളിൽ വെച്ചിട്ട് നമുക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വരച്ചു തീർക്കാൻ കഴിയില്ല. അപ്പൊ നേരത്തെ പ്രാക്ടീസ് ചെയ്യണം. ഈ പോസ്റ്ററൊക്കെ നിങ്ങൾ കണ്ടതിന് ശേഷം ഓരോ പോസ്റ്ററും വരച്ച് പഠിക്കണം മക്കളെ. കാരണം നമുക്ക് പരീക്ഷാ ഹാളിൽ ഒരു ചോദ്യം ഏതാണ്ട് 4 മിനിറ്റിലധികം സമയം നമുക്ക് കിട്ടില്ല. 4 മിനിറ്റ് കൊണ്ട് എത്ര പേർ പോസ്റ്റർ ഉണ്ടാക്കുന്നു നമ്മൾ ആദ്യം നോക്കണം. 21 ക്വസ്റ്റ്യൻ ആണ് നമുക്കുള്ളത് അല്ലെ. ഇനി നമുക്ക് അടുത്ത പോസ്റ്റർ ഏതാണ് നോക്ക്. ഇത് നമുക്ക് ഠാക്കൂർ കാ കുആം എന്ന പാഠത്തെ ആസ്പദമാക്കിയിട്ട് വരുന്ന ഒരു പോസ്റ്ററാണ്. ജാതി പ്രഥ ഏക് അഭിശാപ് ഹേ സംഗോഷ്ഠി. എന്താ ചോദ്യം? എന്തായിരിക്കും? ജാതി പ്രഥ ഏക് അഭിശാപ് ഹേ, इस विषय पर आपके स्कूल में एक संगोष्ठी चला रहा है, इसका संदेश देते हुए एक പോസ്റ്റർ തയ്യാർ कीजिए. ജാതി സമ്പ്രദായം ഒരു ദുരവസ്ഥയാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു സെമിനാർ നടക്കുന്നു നിങ്ങളുടെ സ്കൂളിൽ. അപ്പൊ ആ 3 വാക്കും നമുക്ക് ചോദ്യത്തിന് മുകളിൽ നിന്ന് കിട്ടി. ജാതി പ്രഥ അത് കുറച്ച് നമ്മൾ വലുതാക്കി ഡിസൈൻ ചെയ്ത് വെച്ചു. ഏക് അഭിശാപ് ഹേ ഒരു ദുരവസ്ഥയാണ്. സംഗോഷ്ഠി എന്ന് പറഞ്ഞാൽ സെമിനാർ എന്നാണ്. ഇത് ചോദ്യത്തിന് മുകളിൽ നിന്ന് മുറിച്ചെടുത്തു. ഇനി സ്കൂളിൽ നടക്കുന്ന ഫംഗ്ഷൻ ആയതുകൊണ്ട് താഴേക്കെല്ലാം ഒരുപോലെയാണെന്ന് ഞാൻ പറഞ്ഞു. നോക്കൂ, ഇവിടെ നോക്ക്, നിങ്ങൾ ഡിസംബർ നമ്മൾ ഏതാണ്ട് ഈ സമയമാകുമ്പോൾ ഈ പാഠം പഠിച്ചത് 5 ഡിസംബർ 2024. ഇനി നിങ്ങൾക്ക് 25 വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇനി പുതിയ വർഷമായി കഴിഞ്ഞല്ലോ. സബേരെ 10 ബജെ സ്കൂൾ സഭാഗൃഹ. എന്താ സ്കൂൾ സഭാഗൃഹം എന്ന് പറഞ്ഞാൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സബ്കാ സ്വാഗത് എല്ലാവർക്കും സ്വാഗതം. സ്കൂൾ അംബേദ്കർ ചിന്താമഞ്ച്. ഓക്കെ, ഇനി സ്കൂൾ ഹിന്ദി ക്ലബ്ബ് എന്ന് മാത്രം എഴുതിയാൽ തിരക്കില്ല. ആരാണ് ഈ പോസ്റ്റർ ഒട്ടിച്ചത് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് അടിയിൽ ഈ പേര് ചെയ്യുന്നത്. ഇങ്ങനെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ആ പോസ്റ്റർ ആയി. ഇപ്പൊ നോക്ക് നിങ്ങൾ, ഇത്രയും ഭാഗം നമുക്ക് ഫംഗ്ഷനായിട്ട് ബന്ധപ്പെട്ടതാണ്. കോമൺ ആയിട്ട് എല്ലാ പോസ്റ്ററിലും അങ്ങനെ. ഇത് നമുക്ക് ചോദ്യത്തിൽ മുറിച്ചെടുത്തതാണ്. പക്ഷേ എളുപ്പമാണ്. പക്ഷെ ഇതുപോലെ വരച്ച് പഠിക്കാത്തൊരു കുട്ടിയെ സംബന്ധിച്ചോളം പരീക്ഷകളിൽ നിന്ന് കൈ വഴങ്ങി കിട്ടിക്കൊള്ളുന്നില്ല. ഓക്കെ, ഇനി അടുത്ത നമുക്ക് വരാവുന്ന പോസ്റ്റർ ഇതാണ്. നമുക്ക് ഠാക്കൂർ കാ കുആം എന്ന് പറയുന്ന പാഠത്തെ കഥയെ നാടകമാക്കി നിങ്ങളെ സ്കൂൾ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ സന്ദേശം നൽകുന്ന പോസ്റ്റർ എഴുതാൻ വേണ്ടി നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. നോക്ക്, ഉപന്യാസ് നോവൽ സാമ്രാട്ട് ചക്രവർത്തിയായ ശ്രീ പ്രേംചന്ദ് ജി കെ, നോവൽ ചക്രവർത്തിയായ പ്രേംചന്ദ് ജിയുടെ കഹാനി കാ കഥയുടെ രംഗാവിഷ്കാർ സ്റ്റേജിലേക്കുള്ള അവതരണം. ഠാക്കൂർ കാ കുആം നാടക്, കഥയെ നമ്മൾ നാടകമാക്കി മാറ്റുകയാണ്. പ്രസ്തുതീകരൺ എന്ന് പറഞ്ഞാൽ അവതരിപ്പിക്കുന്നത്. 10വീം കക്ഷാ കെ ഛാത്ര 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അഭിനയിക്കാൻ അറിയാവുന്നവരുണ്ട് എങ്കിൽ നമുക്ക് ഠാക്കൂർ കാ കുആം ജോക്കും ഗംഗയുമായി മനോഹരമായിട്ട് അവതരിപ്പിക്കാം. കൂടുതൽ കഥാപാത്രങ്ങളൊന്നും വേണ്ട. ഓക്കെ, എന്നിട്ട് 5 ജനുവരി 2024 സബേരെ 10 ബജെ രാവിലെ 10 മണി സ്കൂൾ സഭാഗൃഹമേ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സബ്കാ സ്വാഗതം എല്ലാവർക്കും സ്വാഗതം സ്കൂൾ ഹിന്ദി ക്ലബ്ബ്. ഇങ്ങനെ എഴുതി വെച്ചാൽ ഠാക്കൂർ കാ കുആം എന്ന് പറയുന്ന പാഠത്തിൽ കഹാനിയെ നാടകമാക്കി അവതരിപ്പിക്കാൻ പറയുന്ന പോസ്റ്റർ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ മതി മക്കളെ. ഓക്കെ, റെഡി അല്ലേ? ഇനി നമുക്ക് പോകുന്നത് ഈ പാഠവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ അല്ല, ജാതി വിരുദ്ധ സന്ദേശം നൽകുന്ന, ജാതി പാടില്ല എന്ന മെസ്സേജ് നൽകുന്ന ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ. അതൊരു ഫംഗ്ഷൻ അല്ല, ഒരു പൊതു അവബോധ ജനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ നമ്മൾ ചോദിച്ചാൽ അത് ഡേറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നോക്ക്, ജാതി പ്രഥ ഏക് അഭിശാപ് ഹേ, ജാതി സമ്പ്രദായം ഒരു ദുരവസ്ഥയാണ്. ജാതിരഹിത സമാജ്, ജാതി ഇല്ലാത്ത സമൂഹമാണ്. സാംസ്കൃതിക സമാജ്, ഒരു സംസ്കാരമുള്ള സമൂഹം എന്ന് പറയുന്നത്. മതമില്ലാത്ത സമൂഹം എന്നല്ല പറയുന്നത്, മതങ്ങൾക്കിടയിലുള്ളതാണ് ജാതി എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ നോക്ക്, സമാജ് മേ ഏക് ഹി ജാതി ഹെ, സമൂഹത്തിൽ ഒരൊറ്റ ജാതി മാത്രമേ ഉള്ളൂ. വഹെ, അതാണ് മാനവ ജാതി, മനുഷ്യജാതിയാണ്. ഓക്കെ, ഇനി ജാതി സോച്ചന, ഒരാളെ കാണുന്ന സമയത്ത് ജാതി ചിന്തിക്കുക. और അതുപോലെ തന്നെ പൂച്ചന, അയാളോട് ചോദിക്കുക. സബ്സേ ബഡാ പാപ് ഹേ, അത് ഏറ്റവും വലിയ പാപമാണ്. ദുഷിച്ച മനസ്സുള്ള ഒരാളെ മറ്റൊരാളോട് നിന്റെ ജാതി ഏതാണ് എന്ന് ചോദിക്കുന്നുള്ളൂ. അതെന്നെ ഒരു കർമ്മമാണ്. നോക്കൂ, ജാതി ഇന്ന പൂച്ചോ ഔരോം സേ, ഒരു മനുഷ്യനോട് ജാതി ചോദിക്കാൻ പാടില്ല. പൂച്ച് ലീജിയെ ഗ്യാൻ, മറ്റൊരാളോട് അറിവുകൾ മാത്രമേ ചോദിച്ച് മനസ്സിലാക്കാൻ പാടുള്ളൂ എന്നാണ്. ഇത് കബീർദാസിന്റെ വരിയാണ്. ഏത് ഈ വരികൾ. ഓക്കെ, എന്നിട്ട് സ്കൂൾ സോഷ്യൽ ക്ലബ്ബാണ് ഈ പോസ്റ്റർ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, സ്കൂളിൽ എന്താ പറയാ, പൊതു അവബോധം നൽകാൻ വേണ്ടിയിട്ടാണ്. ഇത് എന്തെങ്കിലും ഫംഗ്ഷനായി ബന്ധപ്പെട്ടല്ല, ഇങ്ങനെ ഈ പാഠത്തെ ആസ്പദമാക്കി ചോദിച്ചേക്കാം. ഈ വരികളൊക്കെ നമുക്ക് ചോദ്യത്തിൽ നിന്ന് മുറിച്ചെടുക്കാനുണ്ടാവും. ഓക്കെ, യെസ്. ഇനി നമുക്ക് വരാൻ പോകുന്ന മറ്റൊരു പോസ്റ്ററാണ് ഈ പാഠവുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്നതാണ്. സമതാ ദിവസ്, എല്ലാ മനുഷ്യനും സമന്മാരാണ്, ഈക്വലാണ് എന്ന് സന്ദേശം നൽകുന്ന ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ സന്ദേശം നൽകുന്ന പോസ്റ്റർ പറഞ്ഞാൽ 5 ഏപ്രിൽ 2024 അല്ലേ, ഏപ്രിൽ
5 സമതാ ദിവസമാണ്. അതിന്റെ സന്ദേശം നൽകുന്ന ഒരു പോസ്റ്റർ. ജാതിഗത് ഭേദഭാവ്, ജാതിപരമായ വ്യത്യസ്ത ഭാവങ്ങൾ സമാജ് കാ അഭിശാപ് ഹെ, സമൂഹത്തിന്റെ ദുരവസ്ഥയാണ്. സമാജ് മേ, സമൂഹത്തിൽ ഏക് ഹി ജാതി ഹെ, ഒരൊറ്റ ജാതിയുള്ളൂ. വ ഹേ മാനവജാതി, അതാണ് മനുഷ്യജാതി എന്ന് ദില്ലി മാനവാധികാർ സമിതി, ഒരു ദില്ലി മാനവാധികാർ സമിതി അല്ലെങ്കിൽ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ക്ലബിന്റെയോ സംഘടനയുടെ നേതൃത്വത്തിൽ സമതാ ദിവസത്തിന്റെ സന്ദേശം നൽകുന്ന പോസ്റ്റ് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, ഇത് നമുക്ക് മനുഷ്യനെ വേർതിരിച്ച് കാണുന്ന ഠാക്കൂർ കാക്കുക എന്ന ജാതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഇല്ലാതിരിക്കാൻ വേണ്ടി, അങ്ങനെ വ്യവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടി സമതാ ദിവസം നൽകുന്ന സന്ദേശം നൽകുന്ന പോസ്റ്റാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ മക്കളെ, ഇനി നമ്മളോട് ചോദിക്കുന്നത് വസന്ത് മേരെ ഗാവ് കാ എന്ന് പറഞ്ഞ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്ററാണ് നമ്മൾ ചോദിക്കുന്നത്. ഇങ്ങനെയാണ് ചോദ്യം. ഫൂൽദൈ ത്യോഹാർ കാ സന്ദേശ് ദേത്തെ ഹുയേ ഏക് പോസ്റ്റർ തയ്യാർ കീജിയേ. ഫൂൽദൈ ഫെസ്റ്റിവൽ വന്നു കഴിഞ്ഞു, അത് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന ഗംഭീരമായിട്ട് ഏതെങ്കിലും ക്ലബിന്റെ പേരൊക്കെ പറയും, ഉത്തരാഖണ്ഡ് ഫൂൽദൈ കലാസമിതി എന്നൊക്കെ പറയാം. അവരുടെ നേതൃത്വത്തിൽ അങ്ങനെ പോസ്റ്റർ ഗംഭീരമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, പരിപാടി നടത്താൻ പോകുന്നുണ്ട്, അതിന്റെ സന്ദേശം നൽകുന്ന പോസ്റ്റർ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതിയാൽ മതി. ബച്ചോം കാ സബ്സെ ബഡാ ത്യോഹാർ, കുട്ടികളുടെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ. ഹിമാലയ വസന്തോത്സവ്, ഹിമാലയത്തിലെ വസന്തോത്സവം. ഏതാണ് ആ ഉത്സവം? ഫൂൽദൈ ത്യോഹാർ, ഫൂൽദൈ ത്യോഹാർ ആണ്. സാംസ്കൃതികോത്സവ്, അതിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനങ്ങളൊക്കെ നടക്കുന്നു. 2024 മെയ് ദേശ്, ഇനി 25 എന്നുണ്ടെങ്കിൽ ആക്കാം. ഓക്കെ, ദരാദൂൻ എന്നുള്ള സ്ഥലത്താണ് കാര്യമായി നടക്കുന്നത്. എന്തൊക്കെ പ്രോഗ്രാമാണ്? ഫൂലോമുഖി പ്രദർശനി, പൂക്കളുടെ പ്രദർശനം. വസന്തകാലം വരുന്ന സമയത്ത് അവിടെ മനോഹരമായ പൂക്കൾ ഉണ്ടാവും. അപ്പൊ ഫൂലോമുഖി പ്രദർശനി, കലാകാര്യക്രം, കലാപരിപാടികൾ, ചൗധി ഗീത്, നാടോടി പാട്ടുകൾ നടക്കുന്നു. സാമൂഹിക ഭോജൻ, സമൂഹ സദ്യയുണ്ട്. സബ്കാ സ്വാഗത്, എല്ലാവർക്കും സ്വാഗതം. ഉത്തരാഖണ്ഡ് ഫൂൽദൈ കലാസമിതി. ഈ പോയിന്റുകളൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് പോയിന്റ് ആയി തരികയും ചെയ്യും, സൂചനകളായി തരും. അപ്പൊ സൂചനകളെ ആസ്പദമാക്കി പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞാൽ ആ സൂചനകൾ നമ്മൾ ഇങ്ങോട്ട് എഴുതിയാൽ മതി. ഓക്കെ മക്കളെ, ഇനി നമുക്ക് വരാവുന്ന മറ്റൊരു പോസ്റ്ററാണ് ഈ പാഠവുമായി ബന്ധപ്പെട്ട് തന്നെ പ്രകൃതി സംരക്ഷണത്തിന് സന്ദേശം നൽകുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി ഈ പാഠത്തിൽ ചോദ്യം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പോസ്റ്റർ എങ്ങനെ നോക്ക്. ഒരു ഫംഗ്ഷൻ അല്ല, പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പൊതുബോധജനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രകൃതി ഹമാരി മാം ഹേ, പ്രകൃതി ആരാണ്? നമ്മുടെ മാതാവാണ്, അല്ലെ? ജീവൻ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രകൃതി ഹമാരി മാം ഹേ. പശു പക്ഷി, പശു പക്ഷി എന്ന് പറഞ്ഞാൽ, പശു എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ എന്നാണ്. അല്ലാതെ നമ്മൾ പറയുന്ന പശു അല്ല, അതിന് നമ്മൾ ഗായിത. ഓക്കെ, ഗായിത പറയാം. ഇവിടെ പശു പക്ഷി എന്ന് പറഞ്ഞാൽ പക്ഷി മൃഗാദികൾ, ഹമാരെ നമ്മുടെ സഹജീവി, എല്ലാ പക്ഷി മൃഗാദികളും നമ്മളെ പോലെ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളതുമായ നമ്മുടെ സഹജീവികളാണ്. പേട് പൗതേ, പേട് എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങൾ, പൗത എന്ന് പറഞ്ഞാൽ ചെടികൾ, വള്ളിച്ചെടികളൊക്കെ. അപ്പൊ പേട് പൗത എന്ന് പറഞ്ഞാൽ എല്ലാവിധ സസ്യങ്ങളും പ്രകൃതിക്ക് ഫേഫഡ, പ്രകൃതിയുടെ ശ്വാസകോശങ്ങളാണ്. അപ്പൊ ഒരു മരം നമ്മൾ വെട്ടിമുറിക്കുക എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ അമ്മയാവുന്ന ഭൂമിയുടെ ശ്വാസകോശം നമ്മൾ മുറിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പേട് പൗതേ പ്രകൃതിക്ക് ഫേഫഡായ, വൃക്ഷലതാദികൾ പ്രകൃതിയുടെ ശ്വാസകോശങ്ങളാണ്. നദികൾ രക്തധമനിയായ, രക്തധമനികളാണ്. രക്തത്തിൽ വിഷങ്ങൾ അറിഞ്ഞാൽ ആള് തന്നെ മരണപ്പെട്ടു. അതുകൊണ്ട് നദികളിൽ വിഷം കലരുമ്പോൾ ജീവജാലങ്ങൾക്ക് തന്നെ നാശം സംഭവിക്കും. അതുകൊണ്ട് നദിയാം രക്തധമനിയാഹേ, ജൽ ജീവാമൃതേ, ജലം ജീവന്റെ അമൃതാണ്. അതിനെ നമ്മൾ പവിത്രമായി തന്നെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. പ്രകൃതിക്ക് രക്ഷ, പ്രകൃതിയെ നമ്മൾ സേഫാക്കി വെച്ചാൽ ഹമാരി സുരക്ഷ, നമ്മൾ സുരക്ഷിതമായിരിക്കും. അല്ലാതെ നമ്മൾ വലിയ മലകളൊക്കെ പൊളിച്ച് തുറന്നു കൊണ്ടുവന്നിട്ട് നമ്മൾ വലിയ കോൺക്രീറ്റ് ഹൗസുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവശേഷിക്കുന്ന ബാക്കി മലകളോട് വന്നിട്ട് നമ്മളെ പൊളിച്ച് കടലിലൊക്കെ കൊണ്ടുപോകും. അപ്പൊ നമ്മൾ പ്രകൃതിയെ മുറിവേൽപ്പിക്കാതെ നമുക്ക് വേണ്ടിയുള്ള ഭവനങ്ങളൊക്കെ പണിയണം. അപ്പോൾ പ്രകൃതി സുരക്ഷിതമായിരിക്കും. അപ്പൊ പ്രകൃതി സുരക്ഷിതമാണെങ്കിലാണ് ആ പ്രകൃതിയെ രക്ഷിച്ചാലാണ് നമ്മൾ സുരക്ഷിതമായിട്ടിരിക്കുക. അപ്പൊ പ്രകൃതിക്ക് രക്ഷ ഹമാരി സുരക്ഷ, അല്ലെങ്കിൽ പ്രകൃതിക്ക് സുരക്ഷ ഹമാരി രക്ഷ, എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, സ്കൂൾ നാച്ചുറൽ ക്ലബ്ബ്, ഇത് സ്കൂൾ നാച്ചുറൽ ക്ലബ്ബാണ് ഇങ്ങനത്തെ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇനി നമ്മൾ അടുത്ത പോസ്റ്റർ നിങ്ങൾക്ക് ബച്ചേ കാംപർ ജാരഹേ എന്ന് പറഞ്ഞ പാഠവുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. ബാലവേല വിരുദ്ധ സന്ദേശം നൽകുന്ന പോസ്റ്റ് ചെയ്താൻ വേണ്ടി നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4 മാർക്കിന്റെ 5 ചോദ്യങ്ങൾ ഉണ്ടാവും. അതിൽ 2 ചോദ്യങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ 7 ചോദ്യങ്ങൾ ഉണ്ടാവും. 4 മാർക്കുള്ളത് 5 എണ്ണം അറ്റൻഡ് ചെയ്യണം. ചിലപ്പോൾ ബച്ചേ കാംപർ ജാരഹേ എന്ന കവിത തന്നതിന് ശേഷം ആസ്വാദൻ ടിപ്പണി എഴുതാൻ പറയും. യാ അല്ലെങ്കിൽ ബാലവേല വിരുദ്ധ സന്ദേശം നൽകുന്ന പോസ്റ്റ് എഴുതാനാണ് ചോദിച്ചതെങ്കിൽ നമ്മൾ ഈ പോസ്റ്റർ ഓർമ്മ വേണം. സമ്മറി മാത്രം പഠിച്ചപ്പോൾ കവിതയിൽ നിന്ന് പോസ്റ്ററും എഴുതുന്നുണ്ട്. ഓക്കെ, അപ്പൊ നോക്കൂ മക്കളെ, ബാലശ്രം വിരുദ്ധദിൻ. എന്താ ബാലശ്രം വിരുദ്ധദിൻ? ബാലശ്രം എന്ന് പറഞ്ഞാൽ ബാലവേല എന്നാണ്. വിരുദ്ധദിൻ ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമാണ്. ഓക്കെ, ബച്ചോं को खेलने और पढ़ने दे, എല്ലാ കുട്ടികളെയും നമ്മൾ എന്തിനു വിടണം? ഖേലിനെ, ആദ്യം കളിക്കാനും ഓർ പഠിക്കാനും. കളിയും പിന്നെ പഠനവുമാണ് അവർക്ക് നൽകേണ്ടത്.
പക്ഷേ നമ്മളെ കുട്ടികൾക്ക് അതിന് അവസരം ഉണ്ടാകുന്നില്ല, കളിക്കാൻ അവസരം ഉണ്ടാകുന്നില്ല, പഠിക്കാൻ അവസരം ഉണ്ടാകുന്നില്ല. ഓരോ നേരത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി തെരുവുതോറും ഭിക്ഷയാരിച്ചും തെരുവിൽ നിന്നും ഭക്ഷ്യവസ്തുക്കൾ പെറുക്കി തിന്നേണ്ടൊക്കെ ഒരുപാട് മക്കൾ നമ്മൾ വാർത്തകളിലൊക്കെ നമ്മൾ വായിച്ചറിയുന്നുണ്ട്. അവർ വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോക്ക്, ബച്ചേ കുട്ടികൾ ഫൂൽ ജൈസെ പൂക്കൾ പോലെ നിർമ്മൽഹേ, കുട്ടികൾ പൂക്കൾ പോലെ വളരെ നിർമ്മലമാണ്. ബച്ചേ കുട്ടികൾ കൽക്കി നാളെയുടെ മഹാൻഹേ, നാളെയുടെ വാഗ്ദാനങ്ങളുമാണ് കുട്ടി. അതുകൊണ്ട് ഭാരത് കി ഭവിഷ്യ, ഇന്ത്യയുടെ ഭാവി ബച്ചോം പർ നിർഭർ, സമഗ്രമായ ഒരു നല്ല ഐശ്വര്യമുള്ള ഭാവി ഭാവി രാജ്യം ഇന്ത്യ രാജ്യം സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഇന്നത്തെ കുഞ്ഞുങ്ങളെ നല്ല എഡ്യൂക്കേഷൻ കൊടുത്ത് നല്ല ആരോഗ്യവാന്മാരാക്കി നിലനിർത്തുക എന്നുള്ള, അപ്പോഴാണ് അന്നത്തെ ഭാരതം ഗംഭീരമായി തീരുള്ളൂ. അതുകൊണ്ട് ഭാരത് കി ഭവിഷ്യ ബച്ചോം പർ നിർഭർ, കുട്ടികളുടെ ഭാവി ഭാരത് കി ഭവിഷ്യ, ഇന്ത്യയുടെ ഭാവി ബച്ചോം പർ നിർഭർ, കുട്ടികൾ അടങ്ങിയിരിക്കുന്നു. ഈ കാര്യം നമുക്ക് ഓർമ്മ വേണം. ബാലശ്രം, ബാലവേല കാനൂനി നിയമപരമായി അപരാധിക, തെറ്റാണ്. ആരും കുട്ടികളെ കൊണ്ട് ജോലി എടുപ്പിക്കരുത്. പറ്റുമെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുക, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ ശ്രമിക്കുക, അവരെ സുരക്ഷിതമായിട്ട് വളർത്തിയെടുക്കാനുള്ള ശ്രമമാണ് ഓരോ ആള് ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത്. ശിശു സേവാ സമിതിയാണ് ഇങ്ങനെ ഒരു പോസ്റ്റർ എടുക്കുന്നത്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ചോദിക്കുന്നത് ഗുഡലീത്തോ പരായി എന്ന് പറഞ്ഞ പാഠവുമായി ബന്ധപ്പെട്ട് ഗുഡലീത്തോ പരായി എന്ന് പറയുന്ന കഹാനി നിങ്ങളെ സ്കൂളിൽ നാടകമായി അവതരിപ്പിക്കാൻ പോകുന്നു. ഇതൊരു സന്ദേശം നൽകുന്ന പോസ്റ്ററാണ്. എന്താ ഗുഡലിക്ക് വീട്ടിൽ അനുഭവപ്പെടുന്ന അവസ്ഥ? ആൺകുട്ടിയാണ്, നീ പെൺകുട്ടിയാണ്, ആൺകുട്ടികളെ പോലെ ഫ്രീഡം നിനക്ക് ഇവിടെ നൽകാൻ കഴിയില്ല, നീ മറ്റുള്ളവരുടെ വീട്ടിൽ പോവേണ്ടതാണെന്ന് പറഞ്ഞ് അവളെങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. അതിനെതിരെ ശീതസമരമാണ് ആ പാഠത്തിലൂടെ ഗുഡലി നടത്തുന്നത്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ഗുഡലീത്തോ പരായി എന്നുള്ള നാടകം നിങ്ങളെ സ്കൂളിൽ അവതരിപ്പിക്കാൻ പോകുന്നു. ഇതിന്റെ സന്ദേശം നൽകുന്ന പോസ്റ്റർ ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമ്മളിങ്ങനെ എഴുതേണ്ടത് ശ്രീമതി കനക ശശിക്ക് കഹാനിക്ക രംഗാവിഷ്കാർ, ശ്രീമതി കനക ശശിയുടെ കഥയുടെ രംഗാവിഷ്കാരം. ഗുഡലീത്തോ പരായി ഹേ നാടക് പ്രസ്തുതീകരൺ, ഇത് അവതരിപ്പിക്കുന്നത് 10വീം കക്ഷാക്കെ ഛാത്ര, 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ. അതിലൊരു ഗുഡലി വേണം, പിന്നെ സഹോദരൻ വേണം, പപ്പ വേണം, മുത്തശ്ശൻ വേണം, മുത്തശ്ശിയൊക്കെ വേണ്ടേ. 10 ഫെബ്രുവരി 2024 അല്ലെ, ഒരു ഫെബ്രുവരി മാസമാണ് നമ്മൾ സ്കൂൾ നടത്തുന്നത്. ഓരോ പാഠവും ആ മാസത്തിലെ ഡേറ്റ് അനുസരിച്ചാണ് നമ്മൾ ഡേറ്റ് കൊടുത്തത്. ഓക്കെ, ഡേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം. സബേരെ 10 ബജെ, രാവിലെ 10 മണി. ഡേറ്റ് മാറുന്നത് കൊണ്ടൊന്നും മാർക്ക് കുറയുന്നില്ല. നമ്മൾ ആ ഡേറ്റ് വേണം എന്നുള്ളത് പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ അതിന്റെ നിയമമാണ്. ഓക്കെ, സബേരെ 10 ബജെ സ്കൂൾ സഭാഗൃഹമേ, സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. സബ്കാ സ്വാഗതം, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സ്കൂൾ കലാസമിതി ഡാഷ്, സ്കൂളിന്റെ പേര് നിങ്ങൾ എഴുതണമെന്നില്ല, അവിടെ ഡാഷ് ഇട്ടാൽ മതി. സ്കൂൾ കലാസമിതി എന്ന് എഴുതിയാൽ മതി. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് എന്തായി ഗുഡലീത്തോ പരായി എന്നുള്ള പാഠവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ. ഇനി ഈ പാഠവുമായി ബന്ധപ്പെട്ട് വേറെ രീതിയിലുള്ള പോസ്റ്റർ വരും. നമുക്ക് നോക്കും, സ്ത്രീകളും പുരുഷന്മാരും സമൂഹത്തിൽ ഈക്വൽ ആണ് എന്ന സന്ദേശം നൽകുന്ന ഒരു പോസ്റ്റർ. അത് ഏതെങ്കിലും ഫംഗ്ഷൻ അല്ല. അങ്ങനെ ചോദിച്ചാൽ ഡേറ്റും കാര്യങ്ങളൊന്നും വേണ്ട, നമ്മൾ എഴുതണം. സ്ത്രീ ഓർ പുരുഷ്, സ്ത്രീകളും പുരുഷന്മാരും. സമാജ് മേ സമാൻ ഹേ, സമൂഹത്തിൽ തുല്യരാണ്. സ്ത്രീ ഓർ പുരുഷ്, സ്ത്രീകളും പുരുഷന്മാരും. ഏക് സിക്കേക്ക്, ഒരു കോയിൻ, സിക്ക എന്ന് പറഞ്ഞ മക്കളെ കോയിൻ, ഒരു നാണയത്തിന്റെ. ദോ പഹലുഹെ, 2 വശമാണ്. ഒരു നാണയത്തിന്റെ 2 വശമാണ് സ്ത്രീയും പുരുഷനും എന്നുള്ളത്. സ്ത്രീയോക്കോ, സ്ത്രീകളെ ആദർ കർണ, സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് സമാജിക, സമൂഹത്തിന്റെ പരം കർത്തവ്യം, ഏറ്റവും പരമപ്രധാനമായ കർത്തവ്യമാണ്. അവർ ഇനിയും ഒരുപാട് മുന്നോട്ട് കൊണ്ടുവരും. കേരളത്തിലൊക്കെ മുമ്പത്തെ നാടകങ്ങളൊക്കെ നിങ്ങൾ അടുക്കളയിൽ നരങ്ങത്തേക്കുള്ള നാടകങ്ങളൊക്കെ എന്താണ്, സ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട് സന്ദേശം നൽകുന്ന നാടകങ്ങളായിരുന്നു. മനസ്സിൽ നിന്ന് അജ്ഞത, അറിവില്ലായ്മ ദൂർക്കരൂ, മനസ്സിൽ നിന്നുള്ള അറിവില്ലായ്മയൊക്കെ ഒഴിവാക്കൂ. സ്ത്രീയോക്കോ സമാജമേ സമാനത ദോ, ചില ആളുകളൊക്കെ വിചാരിക്കും സ്ത്രീകൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പുരുഷന്മാരെ പോലെ ഇക്വാലിറ്റി ഒക്കെ നൽകി കഴിഞ്ഞാൽ എന്താ പറയാ, അത് സമൂഹത്തിന് നാശമാണ് ചിന്തിക്കുന്ന കുറെ ആളുകളുണ്ട്. അതൊക്കെ ആ അറിവില്ലായ്മകളൊക്കെ മാറ്റി കഴിയുമ്പോൾ മാത്രമാണ് സ്ത്രീകൾക്ക് സമൂഹത്തിൽ സമാനത ലഭിക്കുന്നത്. ബാലികാ ക്ഷേമ സമിതി, ഇത് ബാലികാ ക്ഷേമ സമിതിയാണ് ഇങ്ങനെ ഇറങ്ങുന്ന പോസ്റ്റർ ഉണ്ടാക്കുന്നത്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ചോദിക്കുന്നത് ഒരു പക്ഷേ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് SSLC പരീക്ഷയിൽ ഒരിക്കൽ നമ്മളോട് ഇങ്ങനെ ചോദിച്ചു, ലഡ്ക ഓർ ലഡ്കി, ആൺകുട്ടികളും പെൺകുട്ടികളും ഈക്വൽ ആണ് എന്ന സന്ദേശം നൽകുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സങ്കോഷ്ടി സെമിനാർ നിങ്ങൾ സ്കൂൾ സംഘടിപ്പിക്കാൻ പോകുന്നു. ഇതിന്റെ സന്ദേശം നൽകുന്ന ഒരു പോസ്റ്റർ എഴുതാനാണ് പറഞ്ഞത്. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെയാണ്, ഒരിക്കൽ ചോദിച്ച ചോദ്യമാണ്, ലഡ്ക ഓർ ലഡ്കി, ആൺകുട്ടിയും പെൺകുട്ടിയും. സമാജ് മേ സമാന അധികാർ ഹേ, സമൂഹത്തിൽ തുല്യ അധികാരമാണ് 2 പേർക്കും ഉള്ളത് എന്ന സങ്കോഷ്ടി എന്ന വിഷയത്തെക്കുറിച്ച് ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ പോകുന്നു. 5 ജനുവരി 2024, അത് നിങ്ങൾക്ക് 25 എന്ന് വേണമെങ്കിൽ ആക്കാം. സബേരെ 10 ബജെ, രാവിലെ 10 മണിക്ക്. സ്കൂൾ സഭാഗൃഹമേ, സ്കൂൾ ഓഡിറ്റോറിയത്തിൽ. സബ്കാ സ്വാഗത്, എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, സ്കൂൾ ബാലികാ സമിതി, ഇതാണ്
ഈ പോസ്റ്റർ. ഓക്കെ, ഇത്രയും പോസ്റ്ററാണ് നിങ്ങൾ പഠിക്കേണ്ടത്. പ്രധാനമായി 13 പോസ്റ്ററുകളാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇത്രയും പോസ്റ്ററുകൾ പഠിച്ച് നന്നായി എഴുതി പോസ്റ്ററിൽ ഡിസൈൻ ചെയ്ത് വരച്ച് പഠിച്ചൊരു കുട്ടിയെ സംബന്ധിച്ചോളം ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ അരമണിക്കൂർ സമയം എടുക്കും വീട്ടിൽ നിന്നും. അങ്ങനെ ഒരു അരമണിക്കൂർ സമയം എടുത്ത് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തൊരു കുട്ടിയെ സംബന്ധിച്ചോളം ഈ പോസ്റ്റർ പരീക്ഷയ്ക്ക് വരുവാണെങ്കിൽ പരീക്ഷാ ഹാളിൽ 4 മിനിറ്റ് മതി. ഇല്ലെങ്കിൽ പോസ്റ്റർ ഉണ്ടാക്കി സമയം തീർന്നു പോകും. ആകെ നമുക്ക് എത്രയാണ് 90 മിനിറ്റാണ് പരീക്ഷ എഴുതാനുള്ളത്. 21 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു ചോദ്യത്തിന് നമുക്ക് 4 മിനിറ്റ് എടുത്താൽ തന്നെ 21 ചോദ്യം എഴുതാൻ 86 മിനിറ്റായി, 84 മിനിറ്റായി. പിന്നെ 6 മിനിറ്റേ ഉള്ളൂ. അത് നമുക്ക് അഡീഷൻ ഷീറ്റ് വാങ്ങാനും എഴുന്നേറ്റ് നിൽക്കാനും ഒക്കെ സമയം തീർന്നു. അപ്പോൾ എല്ലാ ക്വസ്റ്റിനും നിങ്ങൾക്ക് 4 മിനിറ്റിനുള്ളിൽ ചെയ്ത് തീർക്കാൻ കഴിയണം. അപ്പൊ പോസ്റ്റർ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഗംഭീരമായിട്ട് നിങ്ങൾ പോസ്റ്ററുകൾ വരച്ചുണ്ടാക്കി നിങ്ങൾ തന്നെ ഒന്ന് ഡിസൈൻ ചെയ്ത് സ്റ്റാപ്ലർ ചെയ്ത് സൂക്ഷിക്കുക. ആ പോസ്റ്റർ നിങ്ങൾ തന്നെ കാണുമ്പോൾ പരീക്ഷയിൽ വന്നു കഴിഞ്ഞാൽ മനോഹരമായി എഴുതാൻ നിങ്ങൾക്ക് എന്താ പറയുക സന്തോഷം തോന്നും. 2 തരം പോസ്റ്ററുള്ളത്. സ്കൂളിൽ നടക്കുന്ന ഒരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട പോസ്റ്റർ ഉണ്ടാവാം. അതിൽ 2 or 3 വരികൾ നമുക്ക് ക്വസ്റ്റ്യൻ മുറിച്ചെടുക്കേണ്ട, ബാക്കിയെല്ലാം ഒരു ഫംഗ്ഷനായി ബന്ധപ്പെട്ട് ഡേറ്റ് ചെയ്തുകൊണ്ടാണ്. മറ്റത് പബ്ലിക് ഇൻഫർമേഷനായി ബന്ധപ്പെട്ടാണ്. ആ പോസ്റ്ററുടെ വരികളാണ് ഒരു 3 or 4 പോസ്റ്ററുകളുണ്ട്. അവയാണ് ജസ്റ്റ് കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നമുക്ക് ഗംഭീരമായി പഠിക്കാം. ഹിന്ദിയിൽ ഫുൾ മാർക്കുകൾ സ്വന്തമാക്കാം. ഓക്കെ, ബൈ.